നമസ്കാരം. ലോകജനതയെ ഭീതിയുടെ നിഴലിലാക്കി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാമാരിയായി മാറിയിരിക്കുകയാണ് കോവിഡ്-19. ദിനം പ്രതി കുതിച്ചുയരുന്ന മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും നെഞ്ചടിപ്പ് കൂട്ടുകയാണ്. ഇത്തവണ ഇൻഫോടൈൽസ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കോവിഡ്-19 പശ്ചാത്തലത്തിലുള്ള കൗതുക വാർത്തകളും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ പ്രത്യേക പതിപ്പാണ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇനി ഈ ആഴ്ചയിലെ ഇൻഫോടൈൽസ് വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ബ്രിട്ടൻ ജനതയുടെ കൂട്ടായ ശ്രമത്തിലൂടെ രാജ്യത്തെ പിടിച്ചുലച്ച കോവിഡ് വൈറസിനെ തുരത്താനാകുമെന്ന് എലിസബത്ത് രാജ്ഞി. വീടുകളിൽ നിന്നകന്ന് കോവിഡ് രോഗികൾക്കായി സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും രാജ്ഞി അറിയിച്ചു. ഇക്കഴിഞ്ഞ 5-ന് ഇന്ത്യൻ സമയം രാത്രി 12:30 രാജ്ഞി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. വിൻസൻ കൊട്ടാരത്തിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശം ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ പുറത്തുവിടുകയായിരുന്നു. 68 വർഷത്തെ ഭരണകാലത്തിനിടെ ഇത് 5ാം തവണയാണ് രാജ്ഞി ബ്രിട്ടനെ ഇത്തരത്തിൽ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്നത്. ആദ്യം കാണാം രാജ്ഞിയുടെ ഹൃദയസ്പർശിയായ സന്ദേശം. കോവിഡിനോട് ജനത എങ്ങനെ പ്രതികരിച്ചു എന്നതിൽ വരും വർഷങ്ങളിൽ ഏവർക്കും അഭിമാനിക്കാനാകുമെന്ന് കരുതുന്നു. നമ്മുടെ തലമുറ ശക്തരായിരുന്നെന്ന് പിന്നാലെ എത്തുന്നവർ പറയും. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന സമയമാണ്. ദുഃഖവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരവധി മാറ്റങ്ങളും രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സമയം. ഈ വേളയിൽ നമുക്ക് പിന്തുണ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പറയാം. വീടുകളിൽ നിന്ന് അകന്ന് സേവന രംഗത്ത് സജീവമായി അവർ നമ്മെ പിന്തുണയ്ക്കുന്നു. സാധാരണ നിലയിൽ രാജ്യത്തെ മടക്കിയെത്തിക്കാൻ ഓരോ മണിക്കൂറും പരിശ്രമിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിൽ രാജ്യവും എന്നോടൊപ്പം ചേരുമെന്നതിൽ സംശയമില്ല. ഒന്നിച്ചാണ് നാം ഈ രോഗത്തെ നേരിടുന്നത്. ഐക്യത്തോടെ പ്രതിജ്ഞാബദ്ധതയോടെ നിലകൊണ്ട് നമുക്കിത് മറികടക്കാനാകും, രാജ്ഞി പറഞ്ഞു. I'm speaking to you at what I know is an increasingly challenging time. A time of disruption in the life of our country. A disruption that has brought grief to some, financial difficulties to many, and enormous changes to the daily lives of us all. I hope in the years to come, everyone will be able to take pride in how they responded to this challenge. And those who come after us will say the Britons of this generation were as strong as any. That the attributes of self-discipline, of quiet, good-humoured resolve, and of fellow feeling still characterize this country. ലോകരാജ്യങ്ങൾ മുൻപ് നേരിട്ട ബുദ്ധിമുട്ടുകളേക്കാൾ ഏറെ വ്യത്യസ്തമാണ് കോവിഡ്-19 വൈറസ് ഉയർത്തുന്ന വെല്ലുവിളി. ലോകമെമ്പാടുമുണ്ടായ ശാസ്ത്ര മുന്നേറ്റവും സാന്ത്വന നീക്കങ്ങളുമെല്ലാം പൊതുവായ ഒരു ലക്ഷ്യത്തിനാണ്. ആഗോളതലത്തിൽ കോവിഡ് വൈറസ് പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിൽ പങ്കാളിയാകാമെന്നും അവർ പറഞ്ഞു. നല്ല ദിനങ്ങൾ മടങ്ങിവരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് രാജ്ഞി അഭിസംബോധന അവസാനിപ്പിച്ചത്. എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ആരോഗ്യ പ്രവർത്തകരെ ബ്രിട്ടീഷ് ജനത കൈയടിച്ച് അഭിനന്ദിക്കുന്ന രീതി ദേശീയ ബോധം സൂചിപ്പിക്കുന്നതാണെന്നും രാജ്ഞി പറഞ്ഞു. 1940-ൽ 2ാം ലോക മഹായുദ്ധ സമയത്ത് സഹോദരി മാർഗരറ്റ് രാജകുമാരിയുമൊത്ത് വിൻസർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ നടത്തിയ തന്റെ ആദ്യ റേഡിയോ പ്രക്ഷേപണത്തെയും രാജ്ഞി ഓർമ്മിച്ചു. ബ്രിട്ടനിൽ 85,500 പേരാണ് കോവിഡ് ബാധിച്ച് ആശുപത്രികളിൽ കഴിയുന്നത്. 10,612 പേർ മരിക്കുകയും ചെയ്തു. വിൻസർ കൊട്ടാരത്തിൽ കഴിയുന്ന 98-കാരനായ ഫിലിപ്പ് രാജകുമാരനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അനന്തരാവകാശി ചാൾസ് രാജകുമാരനും പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. കോവിഡ്-19 പ്രതിരോധത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന പോലീസ് സേനയ്ക്ക് ആദരമർപ്പിക്കുന്ന നാട്ടുകാരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. നാഗ്പൂരിലെ ഗിട്ടിഗാദർ നിവാസികളാണ് പൂക്കൾ ചൊരിഞ്ഞും ആർപ്പ് വിളിച്ചും പോലീസുകാരെ ആദരിച്ചത്. മാസ്ക് ധരിച്ച് അവരവരുടെ വീടിന് മുന്നിൽ അണിനിരന്ന് റൂട്ട് മാർച്ച് നടത്തുന്ന പോലീസുകാരെ ജനങ്ങൾ ആദരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. കോവിഡ് വൈറസിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിരുന്നു റൂട്ട് മാർച്ച്.
COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മുൻപന്തിയിൽ തന്നെയാണ് രാജ്യത്തെ പോലീസ് സേന. മറ്റുള്ളവർക്ക് വേണ്ടി ഉറ്റവരെ ഉപേക്ഷിച്ച് സ്വന്തം സുരക്ഷയെ മാനിക്കാതെ നിരത്തുകളിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർക്ക് ആദരമർപ്പിക്കുകയാണ് ഒരു കൂട്ടം നാട്ടുകാർ. നാഗ്പൂരിലെ ഗിട്ടിഗാദൻ നിവാസികളാണ് പൂക്കൾ ചൊരിഞ്ഞും ആർപ്പു വിളിച്ചും പോലീസുകാരെ ആദരിച്ചത്. മാസ്ക് ധരിച്ച് അവരവരുടെ വീടിന് മുന്നിൽ അണിനിരന്ന് റൂട്ട് മാർച്ച് നടത്തുന്ന പോലീസുകാരെ ജനങ്ങൾ ആദരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. COVID-19 വൈറസിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തിയ റൂട്ട് മാർച്ചിനിടെയായിരുന്നു സംഭവം. പോലീസും സൈന്യവും ചേർന്നാണ് ബോധവൽക്കരണ മാർച്ച് നടത്തിയത്. നാട്ടുകാർ ചേർന്ന് കൈയടിക്കുന്നതും നന്ദി പറയുന്നതും വീഡിയോയിൽ കാണാം. ലോക്ക്ഡൌൺ നിയമങ്ങൾ പാലിക്കണമെന്നും ആരും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും പോലീസുകാർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. विनाकारण घराबाहेर पडू नये आणि विनाकारण घराबाहेर पडल्यास त्याच्यावर कायदेशीर कारवाई करण्यात येईल. वेळ प्रसंगी त्याचे वाहन हे सुद्धा जप्त करण्यात येईल. याबाबत नागरिकांना सूचित करण्यात आलेले आहे आणि नागपूरकर जनतेला नागपूर शहर पोलीस दलाच्या वतीने आवाहन करण्यात येते की त्यांनी प्रशासनाचे नियमांचे पालन करून सोशल डिस्टन्सिंगचे पालन करून आपल्या सुरक्षेच्या दृष्टीने. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിനീത സാഹുവിന്റെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച റൂട്ട് മാർച്ച് നടത്തിയത്. 60ഓളം പോലീസുകാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. നാഗ്പൂരിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പോലീസ് വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് അഭിമാന നിമിഷമാണെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ട്വീറ്റ് ചെയ്തു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തായ കോവിഡിന്റെ വ്യാപനം തടയുന്നതിനായി പല ബോധവൽക്കരണ പരിപാടികളാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായൊരു ബോധവൽക്കരണം നടത്തുകയാണ് ഹൈദരാബാദിലെ സുധാ കാർ മ്യൂസിയം. കോവിഡ് വൈറസിന്റെ മാതൃകയിൽ കാർ നിർമ്മിച്ച് നിരത്തുകളിൽ ബോധവൽക്കരണം നടത്തുകയാണ് ഇവർ. ആളുകളിൽ ഒരേ സമയം കൗതുകവും ഭീതിയും ജനിപ്പിച്ചാണ് ഈ വാഹനം നിരത്തുകളിലൂടെ ഓടുന്നത്. കാണാം വിശേഷണങ്ങൾ നിറഞ്ഞ കോവിഡ് കാറിന്റെ വിശേഷങ്ങൾ. കോവിഡ് വൈറസ് സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും ലോക ജനത ഇതുവരെ മോചിതരായിട്ടില്ല. പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഓരോ രാജ്യങ്ങളിലെ സർക്കാരും ജനങ്ങളും. രോഗത്തിന്റെ കാഠിന്യത്തെക്കുറിച്ചും സാമൂഹിക അകലം പാലിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ബന്ധപ്പെട്ടവർ ഏറെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. വാഹന നിർമ്മാതാക്കളും ജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനായി മുൻപന്തിയിൽ തന്നെയുണ്ട്. ഏറെ വ്യത്യസ്തമായ കോവിഡ് കാറുമായി രംഗത്തെത്തിയ ഹൈദരാബാദുകാരൻ കന്യാബോയിന സുധാകറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരം. കോവിഡ് വൈറസിന്റെ രൂപത്തിലുള്ള കാർ ഇതിനകം വാഹനപ്രേമികളും സാധാരണ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. COVID-19 ഏതുവിധേനയും തടയണം, അതിനായി സാമൂഹിക അകലം പാലിക്കണം. ഈ സന്ദേശമാണ് കോവിഡ് വൈറസിന്റെ രൂപത്തിലുള്ള കാറിന്റെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് സുധാകർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. And show to the people that the dangers of the coronavirus and stay inside, be safe. This is a complete car with suspension, steering, and it has 6 wheels. It can go up to 40 kilometers speed. We are going to take it around the city and get awareness of the danger of coronavirus and be 100cc എഞ്ചിനുള്ള കാറിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത്. 6 വീലുകളുണ്ട്. ഫൈബറിലാണ് ബോഡി. 10 ദിവസം കൊണ്ടാണ് കോവിഡ് കാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പരമാവധി വേഗം 40 കിലോമീറ്ററാണ്. ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി വാഹനം ഹൈദരാബാദ് പോലീസിന് കൈമാറാനാണ് സുധാകറിന്റെ തീരുമാനം. സുധാകറിന്റെ ഉടമസ്ഥതയിലുള്ള ബഹദൂർപുരയിലെ സുധാകർ മ്യൂസിയം നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് വാഹനങ്ങളുടെ വ്യത്യസ്തമായ രൂപഘടനയിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുച്ചക്ര സൈക്കിൾ നിർമ്മാണത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ സുധാകർ. സാമൂഹിക ബോധവൽക്കരണത്തിനായി നേരത്തെയും നിരവധി വാഹനങ്ങൾ സുധാകർ നിർമ്മിച്ചിട്ടുണ്ട്.
പുകവലിയുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സിഗരറ്റിന്റെ രൂപത്തിലുള്ള ബൈക്കും, എയ്ഡ്സിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി മറ്റൊരു ഘടനയിലുള്ള ബൈക്കും സുധാകർ നിർമ്മിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിതരായവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന മുന്നറിയിപ്പ് നൽകുന്ന സാങ്കേതിക വിദ്യയൊരുക്കാൻ ആപ്പിളും ഗൂഗിളും കൈകോർക്കുന്നു. സ്മാർട്ട് ഫോണിലെ ബ്ലൂടൂത്ത് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഫോൺ ഉടമ രോഗബാധയുണ്ടാവാനിടയുള്ള അകലത്തിൽ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക. ആരിലെങ്കിലും പിന്നീട് രോഗം സ്ഥിരീകരിച്ചാൽ ആ വിവരം ഉപയോക്താക്കളെ അറിയിക്കും. GPS വിവരങ്ങളോ വ്യക്തിവിവരങ്ങളോ ഇതിനായി ശേഖരിക്കില്ല. മൊബൈൽ രംഗത്തെ ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും കോവിഡ് വൈറസ് കോണ്ടാക്ട് ട്രാക്കിങ്ങിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ് ടെക് ലോകത്തെ പുതിയ വാർത്തകൾ. iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ അടുത്ത് കോവിഡ് വൈറസ് ബാധിതൻ ഉണ്ടോ എന്നറിയാനാണ് പുതിയ ടെക്നോളജി സഹായിക്കുക. ഫോണുകളിലെ ബ്ലൂടൂത്ത് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് അടുത്തുള്ള വൈറസ് ബാധിതനെ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നാൽ ഇത് സ്വകാര്യതാ നിയമങ്ങളുടെ ലംഘനമായേക്കാമെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇരു ടെക്നോളജി ഭീമന്മാരും പറയുന്നത് തങ്ങൾ ഡേറ്റ അനോണിമസ് ചെയ്യുമെന്നാണ്. പൊതുജനാരോഗ്യ അധികാരികളിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് ആൻഡ്രോയിഡ് iOS ഉപകരണങ്ങൾക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത പ്രാപ്തമാക്കുന്ന API ഇവർ പുറത്തിറക്കുന്നത്. ഈ ഔദ്യോഗിക ആപ്ലിക്കേഷനുകൾ ഉപയോക്താക്കൾക്ക് അതത് ആപ്ലിക്കേഷൻ സ്റ്റോറുകൾ വഴി ഡൗൺലോഡ് ചെയ്യുന്നതിന് സാധിക്കും. ബ്ലൂടൂത്ത് അടിസ്ഥാനമാക്കിയുള്ള കോണ്ടാക്ട് ട്രേസിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തനക്ഷമമാക്കുന്നതാണ് രണ്ടാം ഘട്ടം. ഇത് API-യേക്കാൾ കൂടുതൽ ശക്തമായ പരിഹാരമാണ്. രണ്ടുപേർ നിശ്ചിത അകലത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ഫോണുകൾ തമ്മിൽ ബ്ലൂടൂത്തിലൂടെ ഓട്ടോമാറ്റിക്കായി ഒരു രഹസ്യ ID കൈമാറ്റം ചെയ്യും. വരുന്ന 14 ദിവസം ഈ ഐഡികളുടെ സഞ്ചാരമാർഗം പരിശോധിക്കും. ഇങ്ങനെ രണ്ട് ഫോണുകളും തമ്മിൽ ചെലവഴിച്ച സമയം, അകലം എന്നിവ പരിശോധിച്ച് രോഗബാധയുടെ സാധ്യതാ മുന്നറിയിപ്പ് നൽകും. നനച്ചിരിക്കാത്ത നേരത്ത് വന്നു ഭവിച്ചേക്കാവുന്ന അജ്ഞാത ദീനങ്ങളെ എന്നും ലോകം കരുതിയിരുന്നിട്ടുണ്ട്. ഭാവനയിൽ വിരിയിച്ചെടുത്ത അജ്ഞാത രോഗാണുക്കളെ ഉഗ്രഭീതിയിൽ ചാലിച്ചെടുത്ത് ലോകത്ത് ഒട്ടേറെ സിനിമകളും ഇറങ്ങി. അതിലൊന്നാണ് 2013 ഇറങ്ങിയ വേൾഡ് വാർ സെറ്റ്. ലോക്ക്ഡൌൺ കാലത്ത് കണ്ടിരിക്കേണ്ട മറ്റൊരു വൈറസ് ചിത്രം കൂടിയാണ് വേൾഡ് വാർ സെറ്റ്. ഒരു അമേരിക്കൻ സയൻസ് ഫാന്റസി വാർ സിനിമയാണ് വേൾഡ് വാർ സെറ്റ്. മാർക്ക് ഫോസ്റ്ററിന്റെ സംവിധാനത്തിൽ ബ്രാഡ് പിറ്റ് നായകനായി എത്തുന്നു. മനുഷ്യനെ സോംബികളാക്കുന്ന രോഗാവസ്ഥയുടെ പ്രഭവ കേന്ദ്രവും അതിന്റെ മരുന്നും കണ്ടെത്താൻ പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ജെറി ലെൻ എന്ന മുൻ UN ഉദ്യോഗസ്ഥന്റെ വേഷമാണ് ബ്രാഡ് പിറ്റിന്.
എക്കാലത്തെയും വൻ നേട്ടം സ്വന്തമാക്കിയ സോംബി സിനിമകളിലൊന്നായിരുന്നു ഇത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ജെറി ലെൻ ഫിലാഡൽഫിയയിൽ ഒരു ട്രാഫിക് ജാമിൽ അകപ്പെടുമ്പോഴാണ് സോംബികൾ കൂട്ടത്തോടെ എത്തി ആദ്യം ആക്രമിക്കുന്നത്. പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമവും മരുന്ന് കണ്ടെത്താനുള്ള കഠിന പ്രയത്നത്തിലൂടെയും കഥ പറഞ്ഞുപോകുന്നു. കോവിഡ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയിൽ മാത്രം നഷ്ടം 5 ലക്ഷം കോടി രൂപ കവിയുമെന്ന് വിലയിരുത്തൽ. സംഘടിത അസംഘടിത മേഖലയിലായി 4 മുതൽ 5 കോടി വരെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാമെന്നും വ്യവസായ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പറയുന്നു. ബ്രാൻഡഡ് ഹോട്ടലുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, ട്രാവൽ ഏജൻസികൾ എന്നിവയ്ക്ക് മാത്രമുണ്ടാകുന്ന നഷ്ടം 1.58 ലക്ഷം കോടി രൂപ വരുമെന്നും CII കണക്കുകൂട്ടുന്നു. കോവിഡ് നെഗറ്റീവ് ആയവരിലും ചിലപ്പോൾ വൈറസ് ബാധ ഉണ്ടായേക്കാം. ഈ മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകരാണ്. വൈറസ് വ്യാപനം തടുക്കാനാകാതെ രാജ്യങ്ങൾ ഏറെ പണിപ്പെട്ടുവരുന്ന സാഹചര്യത്തിലാണ് ഗവേഷകരുടെ ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ. രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്രവ സാമ്പിളുകൾ പരിശോധിച്ചാണ് നിലവിൽ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റാണ് രോഗപരിശോധനയ്ക്ക് നിലവിൽ ഉപയോഗിക്കുന്ന രീതി. എന്നാൽ പരിശോധനയുടെ ഫലത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഡീകോഡ് ജെനറ്റിക്സിലെ CEO ക്യാരി സ്റ്റെഫാൻസൻ പറയുന്നത്. Very focused on people coming from Italy and Austria, from the Alps, where they had been on skiing holidays, and they were very effective on containing the spread of the infection from that source. But as they were focusing on that, it is clear that a lot of people came from England carrying the mutation, and because no one was focusing on England as a high-risk area, but it is clear that the virus had much wider spread in the സാമ്പിൾ ശേഖരിക്കുന്ന സമയത്ത് എത്രത്തോളം വൈറസ് രോഗിയുടെ ശരീരത്തിൽ ഉണ്ട്, സാമ്പിൾ ശേഖരിച്ചതിലെ കൃത്യത, സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം എത്ര സമയത്തിന് ശേഷമാണ് പരിശോധന നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ രോഗനിർണയത്തെ സ്വാധീനിക്കും. ചില സാഹചര്യങ്ങളിൽ പരിശോധനാ ഫലത്തിൽ 1% തെറ്റായും വരാം. അതിനാൽ തന്നെ ഒറ്റ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുക എന്നത് ശ്രമകരമാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, തെറ്റായ നെഗറ്റീവ് ഫലം കാണിച്ചയാളെ പെട്ടെന്ന് തന്നെ സമൂഹത്തിലേക്ക് സാധാരണഗതിയിൽ ഇടപഴകാൻ അനുവദിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാൻ ഇടയാക്കുമെന്ന് ബാൾട്ടിമോറിലെ ജോൺ ഹോപ്കിൻസ് ആശുപത്രി എമർജൻസി ഫിസിഷ്യൻ ഡാനിയൽ ബ്രണറും വ്യക്തമാക്കി. ലോകത്താകമാനം 1 ലക്ഷത്തിലേറെ ജീവനുകൾ അപഹരിച്ച് കോവിഡ് വൈറസ് കുതിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ലോകത്തിന് മുഴുവൻ ആശങ്കയുണ്ടാക്കുന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ ഗവേഷകർ. പരിശോധനയിൽ വൈറസ് ബാധയില്ലെന്ന് കണ്ടെത്തിയവരിലും കോവിഡ് വൈറസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് രോഗവ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ എടുത്തുകളയാൻ ആലോചിക്കുന്നതിന് ഇടെയാണ് മുന്നറിയിപ്പ് എന്നത് ശ്രദ്ധേയമാണ്. സംഘടിത മേഖലയിൽ മാത്രമല്ല, ചെറു ഹോം സ്റ്റേകൾ, ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കേന്ദ്രങ്ങൾ, ചെറു ഹോട്ടലുകൾ എന്നിവയിലും കോവിഡിന്റെ പ്രത്യാഘാതം രൂക്ഷമാകും. കേരളത്തിൽ പ്രളയത്തിനു ശേഷം വിനോദസഞ്ചാര മേഖല ശക്തിപ്പെട്ടു വരുന്നതിനിടയിലാണ് കോവിഡ് എത്തിയിരിക്കുന്നത്. ഇത് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഹൗസ് ബോട്ട്, ടാക്സി തുടങ്ങിയ മേഖലകളുടെയെല്ലാം നിലനിൽപ്പ് തന്നെ അനിശ്ചിതത്വത്തിലാക്കും. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയിൽ മൊത്തത്തിൽ 5 ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് ടൂറിസം, ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി രംഗത്തെ 10 സംഘടനകളുടെ കൂട്ടായ
കൂട്ടായ്മയായ ഫെയ്ത്തും വിലയിരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര സീസൺ. വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന സമയമാണിത്. വേനൽ അവധിക്കാലത്ത് ആഭ്യന്തര വിനോദസഞ്ചാരികളും വലിയ അളവിൽ ഉണ്ടാകാറുണ്ട്. ഇതേ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് വിനോദസഞ്ചാരത്തിനായി പോകുന്നവരുമുണ്ട്. കോവിഡും യാത്രാ നിയന്ത്രണവും ചേർന്നതോടെ സഞ്ചാരികൾ വീട്ടിലിരിക്കേണ്ട ഗതികേടിലായി. ആളുകൾക്ക് പണലഭ്യതയും കുറഞ്ഞിട്ടുണ്ട്. അതേസമയം വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയം പദ്ധതിയിടുന്നതായി സൂചനയുണ്ട്. ലഘുവായ്പകൾ, പ്രവർത്തന മൂലധനം, വായ്പാ തിരിച്ചടവ് നീട്ടിവെക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതാണ് പരിഗണനയിലുള്ളത്. ഗതാഗത വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പാർലമെന്ററി സമിതിക്ക് മുൻപാകെ മന്ത്രാലയം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 5 ലക്ഷം കോടി രൂപയുടെ നഷ്ടം പ്രതീക്ഷിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഉണ്ടാകാവുന്ന തൊഴിൽ നഷ്ടം കൂടി പരിഗണിച്ചാൽ വിനോദസഞ്ചാര മേഖലയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണെന്ന് ഫെയ്ത്ത് പറയുന്നു. സ്ഥിതി പഴയ രീതിയിലേക്ക് എത്താൻ 1 മുതൽ 1.5 വർഷം വരെ എടുത്തേക്കുമെന്നും സംഘടന കൂട്ടിച്ചേർത്തു. 2020 നവംബറിന് ശേഷം മാത്രമേ ഇനി വിനോദസഞ്ചാര മേഖലയിലേക്ക് ആളുകളെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂവെന്നാണ് CII ടൂറിസം കമ്മിറ്റിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ 1089 കോടി വിദേശ വിനോദസഞ്ചാരികളാണ് എത്തിയത്. ഇത്തവണ ഫെബ്രുവരിയിൽ മാത്രം 10 ലക്ഷത്തോളം സഞ്ചാരികളും എത്തിയിരുന്നു. ഇൻഫോടൈൽസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.